ഇന്നത്തെ വീഡിയോയിൽ മധുരക്കിഴങ്ങ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ല ക്രിസ്പി ആൻഡ് ടേസ്റ്റിയായ ഒരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പി നോക്കാം. ഞാനിവിടെ ഏകദേശം 2 കിലോയോളം മധുരക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഈ ഇനം മധുരക്കിഴങ്ങിന് നല്ല മധുരമാണ് വേവിച്ച് കഴിയുമ്പോൾ. അതുകൊണ്ട് എക്സ്ട്രാ മധുരമൊന്നും ഇതിലേക്ക് ചേർക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് നല്ല മധുരമുള്ള ഇനം മധുരക്കിഴങ്ങ് എടുക്കുന്നതാണ് നല്ലത്. ഇനി ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. മധുരക്കിഴങ്ങൊക്കെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് വേവിച്ചെടുക്കാം. ഇനി തേങ്ങയും അരിപ്പൊടിയും നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. തേങ്ങയും അരിപ്പൊടിയും വറുത്തെടുക്കാതെ ഇതുണ്ടാക്കാൻ പറ്റും. പക്ഷെ വറുക്കുവാണെങ്കിൽ എക്സ്ട്രാ നല്ലൊരു ടേസ്റ്റും ഉണ്ടാകും. പിന്നെ പല ഷേപ്പുകളാക്കി നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അത് പൊടിഞ്ഞു പോകാതെ ഇരിക്കും. അവലോസൊക്കെ ഉണ്ടാക്കുന്ന അത്രയും മൂപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. എന്നാലും നന്നായിട്ടൊന്ന് തേങ്ങ അരിപ്പൊടിയും മൂത്ത് വരണം. തേങ്ങയും അരിപ്പൊടിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അരിപ്പൊടിക്കൊക്കെ ചെറിയൊരു ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇത്രയും മൂത്ത് വന്നാൽ മതി. മധുരക്കിഴങ്ങ് ഉടച്ചെടുത്തിട്ടുണ്ട്. മധുരക്കിഴങ്ങ് എടുക്കുമ്പോൾ അരിപ്പൊടിയേക്കാളും കുറച്ചും കൂടി കുറവേ എടുക്കാവുള്ളൂ. അല്ലെങ്കിൽ പല ഷേപ്പിലാക്കി എടുക്കുമ്പോൾ ഇത് ഉടഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് നെയ്യും ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അരിപ്പൊടി വറുത്തെടുത്തേക്കുന്നതുകൊണ്ട് ഇത് ഏത് ഷേപ്പിൽ ഉണ്ടാക്കിയാലും പൊടിഞ്ഞൊന്നും പോകത്തില്ല. ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ട് 2 മുട്ട നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇനി ഇത് മുട്ടയിലും ബ്രെഡ് ക്രംസിലും കൂടി ഒന്ന് മുക്കിയെടുക്കാം. ബ്രെഡ് ക്രംസിൽ മുക്കുമ്പോൾ ഒരു സ്പൂണും കൊണ്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നമ്മൾ ഇത്രയൊക്കെ ചെയ്തെടുക്കുമ്പോൾ കയ്യിലൊക്കെ ഒരുപാട് ഒട്ടിപ്പിടിക്കും.
ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. ഇത് ഒരുപാട് ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ പുറം ഭാഗം മാത്രം ഒന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മതി. ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിപ്പോൾ അരിപ്പൊടി നന്നായിട്ട് വറുത്ത് ചേർത്തത് കൊണ്ടാണ് ഇത് പൊടിഞ്ഞു പോകാതിരിക്കുന്നത്. അല്ലെങ്കിൽ മധുരക്കിഴങ്ങ് ആയതുകൊണ്ട് അതിനധികം ഉറപ്പില്ലാത്തത് കൊണ്ട് പൊടിഞ്ഞു പോകും. അതുകൊണ്ട് ഉണ്ടാക്കുമ്പോൾ അരിപ്പൊടി നന്നായിട്ട് വറുത്ത് ചേർത്തിട്ട് വേണം ഉണ്ടാക്കാനായിട്ട്. മധുരക്കിഴങ്ങ് ആയതുകൊണ്ട് തന്നെ ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. ഇത് എണ്ണയിൽ വറുത്തെടുത്താലും അധികം ഡീപ്പായിട്ടൊന്നും ഫ്രൈ ചെയ്യാത്തതുകൊണ്ട് ഇതിലേക്ക് എണ്ണയൊന്നും ഒട്ടും കുടിക്കത്തൊന്നുമില്ല. എല്ലാം നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. നല്ല ഹെൽത്തിയുമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റുള്ള ഒരു പലഹാരമാണ്. അപ്പോൾ റെസിപ്പി ഇഷ്ടമായാൽ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ.